ഹായ്, നമസ്കാരം. ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് സുഖം തന്നെയാണ്. ഇപ്പം ഞാൻ ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ വന്നിട്ട് ഇതേ ഒരു എന്താ വണ്ടിയിലാണ്, AC ഇട്ടിട്ടുണ്ട്. വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എന്താ പറയുക, നമ്മളെപ്പോഴും ചിന്തിക്കും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന്. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ആരുമല്ലാത്തവരാവും. അങ്ങനെ അനുഭവം എൻ്റെ ലൈഫിൽ നിന്നുണ്ടായത് കൊണ്ടാണ് ഞാനിതിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം ഓരോ അനുഭവങ്ങളാണ് ഓരോ മനുഷ്യൻ്റെ പാഠപുസ്തകങ്ങൾ. അന്നേരം ഞാൻ ഇന്ന് എനിക്ക് കിട്ടിയ പാഠപുസ്തകം അങ്ങനെയാണ്. കാരണം പരിചയമുള്ളവരും മിണ്ടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, അത് ഭയങ്കര സഹിക്കാൻ പറ്റാത്തതാണ്. കാരണം അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മളെ വിളിക്കുക, സംസാരിക്കുക എന്നെല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. പക്ഷെ അവരുടെ കാര്യം എത്തിക്കഴിയുമ്പോൾ അവർ യൂസ് ചെയ്തിട്ട് നമ്മളെ കണ്ടിട്ട് പോലും ഒരു മൈൻഡ് ചെയ്യാതെ പോവുക, അല്ലെങ്കിൽ നമ്മളൊന്ന് ചിരിക്കാതെ പോവുക, അങ്ങനെ ചെയ്യുന്ന ചില ആൾക്കാരെ ഞാൻ ഇന്ന് കണ്ടതുകൊണ്ടാണ് എനിക്കിത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. അന്നേരം നമ്മൾ വിചാരിക്കും ഇതെല്ലാം നമുക്കൊപ്പം ഉള്ളവരാണെന്ന്. പക്ഷെ ഒരിക്കലും അല്ല, നമുക്കൊപ്പം ഉള്ളവരാരും അല്ല. കാരണം ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകും. നമ്മളിനി എങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാലും നമ്മൾ ചില സമയത്ത് നമ്മൾ ആരും ഇല്ലാത്തവരെ പോലെ ആവും. അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ ലൈഫിൽ എനിക്കിന്നുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. അതിനൊക്കെ ഞാൻ ഇന്ന് ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന, നമ്മുടെ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ കയറുമ്പോൾ മുതലുള്ള നമ്മൾ ആ റോഡ് കാണണം. ഭയങ്കര മോശമാണ് കേട്ടോ റോഡ്. കാരണം ആൾക്കാർക്ക് ഒരു സമാധാനവും ഇല്ലാതാണ് ആൾക്കാർ വണ്ടി ഓടിക്കുന്നത്. കാരണം എല്ലാവർക്കും മുമ്പേ പോകണം. കാരണം ഈ മുമ്പേ പോയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോവുക? നമുക്ക് എത്തേണ്ട സമയത്ത് നമ്മളൊരു സ്ഥലത്ത് എത്തുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിൽ വിളിച്ചു വരുത്ത അപകടം ഒന്ന് വേറെയാണ്. സൈക്കിളായാലും ഓട്ടോറിക്ഷക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ അപകടങ്ങൾ വിളിച്ചു വരുന്നതെന്ന് എനിക്ക് ഫീലായത്. കാരണം ഒരു ഓട്ടോക്കാരൻ, ഞാൻ ഇന്ന് അയാളുടെ വണ്ടി നമ്പർ എടുത്ത് വെക്കാൻ പറ്റിയില്ല എനിക്ക്. പക്ഷേ ആ ഒരു ഓട്ടോക്കാരൻ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിലായിരുന്നു. പക്ഷെ പുള്ളി ഈ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ടുണ്ട്. അതിന് മുമ്പിലോട്ടൊരു വണ്ടിയും ഇല്ല. പക്ഷെ പുള്ളി ഭയങ്കര പതുക്കെയാണ് പോകുന്നത്. എന്നാൽ പുള്ളി സൈഡ് തരുമോ അതും ചെയ്യുന്നില്ല. നോക്കിയപ്പോൾ എന്താ, പുള്ളി ഒരു ബസ്സുകാരൻ വന്ന് ഓവർടേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ അറിയുന്നത് അതിൻ്റെ ഫ്രണ്ടിലെങ്ങും ഒരു വണ്ടിയില്ല. പുള്ളി ഇങ്ങനെ ഹെഡ്സെറ്റിൽ പാട്ട് വെച്ചോ ഇല്ലെങ്കിൽ സംസാരിച്ചോ പോവുകയാണ് ആ ഓട്ടോക്കാരൻ ചെയ്യുന്നത്. അയാളുടെ നമ്പർ എടുത്ത് വെക്കേണ്ടതായിരുന്നു. പക്ഷെ ഞാനതങ്ങ് വിട്ടുപോയി. അതാണ് അങ്ങനെ ഓരോ മനുഷ്യർക്ക് റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവരവരുടെ തോന്നിവാസങ്ങളെ കാണിക്കുക. ഞാൻ പലപ്പോഴും കണ്ടിട്ട് ആംബുലൻസ് പോകും, ഭയങ്കര സ്പീഡിൽ ആംബുലൻസ് പോകുന്ന സമയത്ത് അതിൻ്റെ പുറകിന് വെച്ച് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടു. അതും ഭയങ്കര റോങ് ആണ്. കാരണം ഒരിക്കലും ഒരു ആംബുലൻസിൻ്റെ പുറകിൽ നമ്മൾ ഈ സാധാ നോർമൽ ഒരു സവാരിക്കാർ, കൂടുതൽ ഈ സ്കൂട്ടർ ഓടിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അവരെ പിറകിൽ വെച്ച് പിടിപ്പിക്കുന്നത്. അതിനൊരു നിയമം ഈ ഗണേഷ് കുമാർ കൊണ്ടുവരണം. കാരണം മന്ത്രി ഗണേഷ് കുമാറിനോടാണ് ഞാനിത് പറയുന്നത്. കാരണം ഈ ആംബുലൻസിന് പുറകിന് ഈ ഒരു മൂന്നാലല്ല, ഒരു മാക്സിമം ഒരു 10 വണ്ടിയെങ്കിലും അതിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കും. അങ്ങനെ പിടിക്കുന്ന വണ്ടികൾ ക്യാമറയെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പെട്ടിയടിക്കുന്ന രീതിയിൽ ഒരു സിസ്റ്റം ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ, ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ അങ്ങനെ ഒരു കാര്യം കൊണ്ടുവരണം. കാരണം കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും പല അപകടങ്ങളും കാണും. കാരണം ഞാൻ പലപ്പോഴും കണ്ടതുകൊണ്ടാണ് സാറിനോട് ഞാനിത് പറയുന്നത്. സാർ ഇത് എങ്ങനെയെങ്കിലും വീഡിയോ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു നിയമം കൊണ്ടുവരിക. ആംബുലൻസ് പോകുമ്പം അതിൻ്റെ പിന്നാലെ വണ്ടികൾ വെച്ച് പിടിക്കാതിരിക്കുക. ഒരിക്കലും ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സ്കൂട്ടറുകാരാണ്. അത് ഉറപ്പിച്ച് ഞാൻ പറയാം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ട്രാഫിക്കിൽ സീബ്ര വര കഴിഞ്ഞ് ഈ സിഗ്നലിൽ കൊണ്ടുവന്ന് വണ്ടി കയറ്റി നിർത്തും. അത് ആ യാത്രക്കാർ നടക്കാൻ ബുദ്ധിമുട്ട് വരുത്തും. അതും പലയിടത്തും പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ തൃപ്പൂണിത്തറ SN ജംഗ്ഷനിൽ മിക്ക സമയങ്ങളും അതങ്ങനെ നടക്കാറുണ്ട്. അതും ഞാൻ സാറിനോട് പറയുകയാണ്. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഈ വന്ന വഴി കണ്ടതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഈ ആലപ്പുഴ ആ റോഡുണ്ടല്ലോ, ആ പണി നടക്കുന്ന റോഡിൽ എവിടെയെങ്കിലും കുറച്ച് ഈ താറോ കാര്യങ്ങളൊക്കെ ഇട്ട് ആ റോഡൊന്ന് ശരിയാക്കുകയായിരുന്നെങ്കിൽ സാർ നന്നായിരിക്കും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്, വലിയ കുഴികളാണ് ആ റോഡ് മൊത്തം ഉള്ളത്. അത് നമ്മൾ വണ്ടി ചെന്ന് മഴ പെയ്ത് വെള്ളം കിടക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല. വണ്ടി ചെന്ന് വീഴുമ്പോഴാണ് ഇത് വലിയൊരു കുഴിയാണോ നമ്മൾ അറിയുന്നത്. അന്നേരം അതിലും അപകടം ഉണ്ടാവും. സാർ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പിന്നെ അതുപോലെ റോഡിൻ്റെ കാര്യം സാറാണോ നോക്കുന്നതെന്ന് എനിക്കറിയില്ല. ഗതാഗതത്തിൻ്റെ കാര്യം സാർ തന്നെ നോക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ റോഡ് ഈ ചെയ്യുന്ന കാര്യം സാർ ഒന്ന് ഇവിടുത്തെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒന്ന് പറയുകയാണെങ്കിൽ അത് ശരിയാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അറിയില്ല. എനിവേ അത് ആ വഴിക്ക് പോട്ട്. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത്, നമ്മളുടെ ലൈഫിൽ നമ്മളെപ്പോഴും വിചാരിക്കും നമ്മുടെ കൂടെ പല ആൾക്കാരും കാണുമെന്ന്. ഒരിക്കലും കാണില്ല കേട്ടോ. നമ്മൾ മാത്രമേ കാണൂ. അതെനിക്ക് ഇന്നും കൂടെ വ്യക്തമായ ഒരു കാര്യമാണ്. നമ്മൾ ചില സമയത്ത് ഒറ്റപ്പെട്ടു പോകും. നമ്മൾ ആരുമില്ലാത്തവരെ പോലെ ആകും.
അങ്ങനെ സിറ്റുവേഷൻ ലൈഫിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുക, നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണ്, നമ്മുടെ നിഴൽ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാകൂ, അല്ലാതെ ഒരു മനുഷ്യരും നമ്മുടെ കൂടെ ഉണ്ടാകില്ല. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കും, സമാധാനത്തോടെ ഇരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.